നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ ഈ വർഷത്തെ നവ ഓണാശംസകൾ. ഓരോ വർഷവും പുതിയതാണ്, അതുകൊണ്ടാണ് പുതിയ ഓണാശംസ എന്ന് പറയുന്നത്. വിവിധ തരത്തിലാണ് മനുഷ്യർ പറ്റിക്കപ്പെടുന്നത്, തട്ടിപ്പിലേക്ക് പോകുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ട്രേഡിംഗ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. കേരളത്തിൽ ഒരു കാലത്തിൽ ആട്, മാഞ്ചിയം, തേക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ തട്ടിപ്പായിരുന്നു. പിന്നെ ശബരി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വന്ന് നിക്ഷേപ തട്ടിപ്പ് നടത്തി. ഇവിടെ നിക്ഷേപ തട്ടിപ്പ് നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. ആളുകളുടെ കയ്യിൽ പണമുണ്ട്, അവർ കൊണ്ട് ട്രഷറിയിൽ ഇടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ ഇടുകയോ സാധാ ബാങ്കിൽ ഇടുകയോ ചെയ്താൽ അതിൻ്റെ പലിശ കുറവാണ്. 8%, 7%, 6% പലിശ കിട്ടത്തുള്ളൂ, ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെ വളരെ പെട്ടെന്ന് പണക്കാരാകണം, അല്ലെങ്കിൽ ഉള്ള കാശിനെ ഇരട്ടിപ്പിക്കണം. അങ്ങനെ ഓൺലൈൻ തട്ടിപ്പിൽ കൊച്ചിയിലെ വ്യവസായിക്ക് മാത്രം നഷ്ടമായത് 26 കോടി രൂപയാണ്. ചെറിയ തുകയല്ല നഷ്ടമായത്, 26 കോടി രൂപയാണ്. 15 ലക്ഷത്തോളം അതിന് സൈബർ പോലീസ് തിരിച്ചു പിടിച്ചു. 26 കോടി രൂപ പോയിട്ട് 2023 മുതലാണ്, 3 വർഷം കൊണ്ട്, 23, 24, 25 3 വർഷം കൊണ്ട് 26 കോടി രൂപ നഷ്ടമായിട്ട് 15 ലക്ഷം രൂപ തിരിച്ചു പിടിക്കാൻ പറ്റി. എവിടെ നിൽക്കുന്നു കഥകൾ? രാജ്യത്തെ ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പായി മഹാരാഷ്ട്രയിലും ബാംഗ്ലൂരും സൈബർ തട്ടിപ്പിലൂടെ 25 കോടി അങ്ങനെയും വേറെ പോയിട്ടുണ്ട്. ഇത് ടെലഗ്രാം വഴിയും വാട്സപ്പ് വഴിയൊക്കെയാണ് ഈ കഥകളൊക്കെ വരുന്നത്. തിരുവനന്തപുരത്തുള്ള 2 പേരിൽ നിന്നായി 1 കോടി രൂപയാണ് തട്ടിയെടുത്തതായി. വൻ തുകയാണ് ഇവർക്ക് വാഗ്ദാനം കൊടുക്കുന്നത്. ഒരു യുവതിയിൽ നിന്നാണ് 73 ലക്ഷം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ആദ്യം ജൂൺ മുതൽ വിവിധ അക്കൗണ്ടുകളിലേക്ക് യുവതി തുക നിക്ഷേപിക്കുകയായിരുന്നു. വാട്സാപ്പ് വഴി ആദ്യം പരസ്യം വരും, ആദ്യം ഫേസ്ബുക്കിൽ പരസ്യം വരും. അപ്പോൾ അതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കും. അപ്പോൾ ഗെറ്റ് എന്നൊക്കെ പറയും, ഗെറ്റ് ഗോട്ട് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് കയറും. അപ്പോൾ വാട്സപ്പിൽ വരും, അല്ലെങ്കിൽ ചിലർ വാട്സപ്പിൽ നേരിട്ട് അയച്ചു കൊടുക്കും. പിന്നെ നിരന്തരം ടെലഗ്രാമായി, ഫോണായി ഒരു വലിയ സൗഹൃദം അങ്ങ് ബിൽഡ് ചെയ്യും. ആ സൗഹൃദത്തിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൊബൈൽ ആപ്പ് അയച്ചു കൊടുക്കുക, അതിനകത്തേക്ക് പൈസ ഇടിക്കുക, ബാങ്ക് അക്കൗണ്ടിൽ ഇടിക്കുക. ഇത് വലിയ റാക്കറ്റാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ വലിയ റാക്കറ്റാണ്. വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വിർച്വൽ ട്രേഡൊക്കെ നടത്തുന്ന പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് പണം ഇടപാടൊന്നുമില്ല, ഇതിനകത്തൂടെയുള്ള പൈസ കറക്കമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പൈസ തട്ടിപ്പാണത്. തട്ടിപ്പിലൂടെ പേട്ട സ്വദേശിയായ 67കാരിൽ നിന്ന് 34.2 ലക്ഷം രൂപയാണ് കൈക്കലാക്കിയത്. ചെറിയ പൈസ അല്ല കേട്ടോ, ഇതൊരു മാഫിയ പോലെയാണ്, ഒരു മയക്കുമരുന്ന് പോലെയാണ്. ഇതിനകത്ത് വീണ് പോയാൽ പിന്നെ ആദ്യം 10 രൂപ കൊടുത്ത്, 100 രൂപ കൊടുത്ത്, 1000 രൂപ കൊടുത്ത്, അതിനൊക്കെ പലിശ ഇങ്ങോട്ട് കിട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് കൊടുക്കും. അതാണ് ഒരു തമാശ. CBI ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുത്തിയാണ് ഫോൺ കാളുകളിൽ നിന്ന് തുടക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതിയാക്കുമെന്നും വിർച്വൽ അറസ്റ്റിലാക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ഈ വിർച്വൽ അറസ്റ്റിലാക്കുക, വീട്ടിനകത്തിരുത്തിയിരിക്കുന്ന രീതിയിലുള്ള വിർച്വൽ അറസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സമ്പാദ്യം ചോദിച്ച് മനസ്സിലാക്കി പണം നിയമവിധാണെന്നറിയാൻ പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ കേസെടുക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമാക്കുമെന്ന് ഭയപ്പെടുത്തി അയച്ചു കൊടുക്കുകയായിരുന്നു. സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർമാരെ അവരെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഇൻകം ടാക്സിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിങ്ങനെ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തി. അപ്പോൾ ഇതൊരു വലിയ റാക്കറ്റാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ചൂതാട്ടം എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്, അതിൽ പുറമെയായി ഓൺലൈനിലൂടെ തട്ടിപ്പ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഇതിനകത്ത് ചെന്ന് വീഴുന്നുണ്ട്. ഭർത്താക്കന്മാർ മരിച്ചവർ, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ഭർത്താക്കന്മാരിരിക്കുന്നവർ, അവരൊക്കെ നാട്ടിൽ സ്വന്തമായി പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അവരെല്ലാം ഇതിനകത്ത് ചെന്ന് വീഴുന്ന ഒരു രീതി കാണുന്നുണ്ട്. ഒരു കാരണവശാലും ഓൺലൈൻ തട്ടിപ്പിൽ ചെന്ന് വീഴരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടില്ലാത്ത ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് പണം നിക്ഷേപിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അത് നമുക്ക് നാട്ടിലുള്ളവരായതുകൊണ്ട് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ ട്രഷറിയിലൊക്കെ പൈസ കൊണ്ടിടുക, കിട്ടുന്ന ലാഭം മതിയെന്ന് വിചാരിക്കുക. അല്ലാതെ ഓൺലൈനിൽ കയറി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും വരാനിരിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് പിടിക്കപ്പെടുന്നതും തുക നഷ്ടപ്പെടുന്നതും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ 2 പേരിൽ നിന്ന് തുക നഷ്ടപ്പെട്ടിരിക്കുന്നു. അതൊരു വനിതയാണ്, ഒന്നൊരു പേട്ട സ്വദേശിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് പണക്കാരനാകാം, പക്ഷേ ഒറ്റയടിക്കാകണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഉള്ളത് കൂടി കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ ഇരിക്കും.